തൃശ്ശൂരിൽ എന്തായാലും ഓണാഘോഷം തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുതൂർക്കരയിലാണ്. പുതൂർക്കരയിലെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കുമ്മാട്ടികൾ അത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഓണാഘോഷത്തിന്റെ ഭാഗം മാത്രമല്ല, അതൊരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. വലിയ രീതിയിൽ ആചാര പെരുമയുള്ള ഒരു കല കൂടിയാണ് ഈ കുമ്മാട്ടി എന്നുള്ളത്. കുമ്മാട്ടിയും അതേപോലെ തന്നെ പുലികളിയും ഒക്കെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളതെന്നാണ്. അതായത് അർജുനൻ പാശുപതാസ്ത്രത്തിനായിട്ട് തപസ് ചെയ്യുമ്പോൾ പരമശിവൻ പല രൂപങ്ങളിലേക്ക് അവതരിക്കുന്നു എന്നുള്ളതാണ് ഈ കുമ്മാട്ടിയുടെ ഒരു വസ്തുത. എന്തായാലും ആ കുമ്മാട്ടിയുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആചാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓണാഘോഷത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ കുമ്മാട്ടി എന്നുള്ള. ആ കുമ്മാട്ടിയുടെ വിവിധ രൂപങ്ങൾ, വിവിധ കലാപരിപാടികൾ, ഒപ്പം തന്നെ വിവിധ രൂപങ്ങൾ, അതായത് ഹനുമാനായിക്കോട്ടെ പരമശിവനായിക്കോട്ടെ, അങ്ങനെ രൗദ്രഭാവത്തിലുള്ള പല രൂപങ്ങളും ഒന്നാകെ ഒരു വേദിയിൽ സംഗമിക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഓണാഘോഷത്തിലേക്ക് തൃശ്ശൂർ കടന്നിരിക്കുകയാണ്. എന്തായാലും പുതൂർക്കരയിലാണ് നമ്മളുള്ള. പുതൂർക്കര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഹനുമാനുണ്ട്, ശ്രീരാമനുണ്ട്, അങ്ങനെ ഭദ്രകാളിയുണ്ട്. അങ്ങനെ ഈ പുരാണത്തില് അങ്ങനെ ഐതിഹ്യങ്ങളെല്ലാം ഒന്നാകെ ഒരു വേദിയിൽ സംഗമിക്കുന്ന ആ ആഘോഷവേളയിലേക്ക്, ആ ആഘോഷ സംഗമത്തിലേക്കാണ് തൃശ്ശൂർ ഒന്നായി കടന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ തടികളിൽ കൊത്തിയ രൂപങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തടികളിൽ കൊത്തിയ മുഖങ്ങൾ അത് സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് ആ ഒരു കുമ്മാട്ടികളെല്ലാം ഈ ഒരു തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഓണാഘോഷത്തിന് വലിയ രീതിയിലുള്ള നാന്ദ്യം കുറിച്ചിരിക്കുകയാണ്. ഈ കുമ്മാട്ടികളെല്ലാം നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും 28 വർഷമായി നമ്മൾ ഈ സംഘടനയുടെ ഉത്രാടുന്ന ആളുടെ ആദ്യത്തെ കുമ്മാട്ടിയാണ്. അപ്പൊ വളരെയധികം നല്ല രീതിയിൽ നടത്തുന്നു. ഇനി വരെ സാധാരണയൊക്കെ ഓണം കഴിഞ്ഞിട്ടാണ് കുമ്മാട്ടികളൊക്കെ നമ്മളാണ് ആദ്യം ഇറങ്ങുന്നത്. ഏറ്റവും വർഷത്തെ കുമ്മാട്ടിയാണ്, ഉത്രാടുന്ന ആദ്യത്തെ കുമ്മാട്ടിയാണ് നമ്മുടെ കുമ്മാട്ടി. കുമ്മാട്ടിയുടെ ഒരു ചരിത്രം എന്താണ്? ഈ പാശുപതാസ്ത്രത്തിന് വേണ്ടി അർജുനൻ തപസ് അനുഷ്ഠിക്കുമ്പോൾ പരമശിവൻ വിവിധ രൂപങ്ങളിൽ കാട്ടാള വേഷത്തിൽ, കിരാത വേഷത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിന് വടക്കുന്നാഥന്റെ ഭൂതഗണങ്ങളായിട്ടാണ് കുമ്മാട്ടീനെ ഇതാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് 2 കഥകളുണ്ട്. എന്തായാലും അങ്ങനെ പല ചരിത്രങ്ങളുണ്ട്, പല ചരിത്ര സംഭവങ്ങൾ പറയാനുള്ള ആ കുമ്മാട്ടി തൃശ്ശൂരിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും. പരമശിവന്റെ ഭൂതഗണങ്ങൾ വിവിധ രൂപങ്ങളിലേക്ക്, ആ വിവിധ രൂപങ്ങളായിട്ട് സംഗമിച്ചു കൊണ്ടിറങ്ങുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഓണാഘോഷം എന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള, ഒരുപാട് ചരിത്ര വസ്തുതകൾ പറയാനുള്ള, പുരാണങ്ങൾ പറയാനുള്ള, ഇതിഹാസങ്ങൾ പറയാനുള്ള ആ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ പാശുപതാസ്ത്രത്തിനായിട്ട് അർജുനൻ തപസ്തനുഷ്ഠിക്കുമ്പോൾ പരമശിവൻ വിവിധ രൂപങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട് പല രൂപങ്ങളായിട്ട്, പല ഭൂതഗണങ്ങളായിട്ട് ഈ അർജുനന്റെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ പല രൂപങ്ങളിൽ വരുന്ന അർജുനന്റെ മുന്നിലേക്ക് പരമശിവൻ എത്തുമ്പോൾ പല ഈ ഒരു ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അത് പല ഈ സംഭവങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വിവിധ രൂപങ്ങളിലേക്ക് മാറുന്ന പരമശിവൻ, അങ്ങനെ ആ ഒരു നിരവധി ചരിത്രങ്ങൾ പറയാനുള്ള ആ ഒരു കുമ്മാട്ടിയുടെ ഒരു തനിയാവർത്തനം. അതായത് പരമശിവൻ എന്തൊക്കെയാണ്, ഏത് രൂപങ്ങളിലാണ്, ഏത് ഭൂതഗണങ്ങളിലാണ് വന്നതെന്ന് പാർവതി ദേവിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന, അല്ല പറയുന്ന, അതിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം പുനരാവിഷ്കരിക്കുന്ന ഒന്നാണ് ഈ ഒരു കുമ്മാട്ടി എന്ന് പറയുന്നത്. എന്തായാലും കുമ്മാട്ടി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കുമ്മാട്ടിയാണ് പുറനാട്ടുകാർ. അങ്ങനെ ഇനി വരാനുള്ളതെല്ലാം വിവിധ ദേശങ്ങൾ വരാനുണ്ട്. അങ്ങനെ നിരവധി കുമ്മാട്ടികളെല്ലാം വരാനുണ്ട്. അങ്ങനെ ഈ പുലികളി ഇരിക്കുന്നു, കുമ്മാട്ടി ഇരിക്കുന്നു. അങ്ങനെ വലിയൊരു ആഘോഷത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്, സാംസ്കാരിക നഗരം കടക്കുകയാണ്. മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.